ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി രീതിയിലുള്ള കടലയും കോവക്കയും വെച്ചിട്ടുള്ള ഒരു ഡ്രൈ സുക്ക ടൈപ്പുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാം. കല്യാണ വീട്ടിലൊക്കെ അധികമായിട്ടും കാണാറുണ്ട് ഇങ്ങനത്തെ ഒരു ഉപ്പേരി. സോ അത് നമുക്കിന്ന് വീട്ടിൽ തന്നെ ട്രൈ ആക്കി നോക്കാം. ആദ്യം തന്നെ കാബൂൾ ചെന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ചെന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏതാ ഉള്ളത് അത് വെച്ച് ചെയ്യാം. അത് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ആഡ് ചെയ്തിട്ട് 4 വിസിൽ വരുന്നവരെ കുക്കർ വിസിൽ ചെയ്തിട്ട് കുക്കാക്കി എടുക്കാം. ദെൻ ഒരു പാൻ എടുത്ത് ഇതിലേക്കൊരു ഡ്രൈ മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് മുഴുവനായിട്ടുള്ള കാശ്മീരി ചില്ലിയും ഹോൾ ധനിയ, പിന്നെ കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇതിനെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഓവറായി റോസ്റ്റായി കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിന് ഒരു ക്രഷ് ചെയ്തെടുക്കാം. ഓവർ ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കാം. ദെൻ അതേ പാനിലേക്ക് ഞങ്ങൾ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കുറച്ച് യെല്ലോ പൗഡർ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇതും അങ്ങനെ തന്നെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ദെൻ അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടെടുത്ത് അത് പൊട്ടിയതിന് ശേഷം ഒരു സവാളയും ഒരു 4 ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് സോട്ടാക്കി എടുക്കാം. നല്ലോണം ഒന്ന് സോട്ടാക്കി കളറൊന്ന് ചെറുങ്ങനെ ചേഞ്ച് ആയതിന് ശേഷം ഇതിലേക്ക് കട്ടാക്കി വെച്ച കോവക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കോവക്ക നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കോവക്ക ഒന്ന് കുക്കാകുന്നത് വരെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് കുക്കാക്കി എടുക്കാം. ആഫ്റ്റർ 2-3 മിനിറ്റ്സ് ഇത് കുക്കായതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഞങ്ങൾ ആദ്യം തന്നെ ബോയിൽ ചെയ്ത് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കടലിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടി ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കുറച്ച് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ്സ് കുക്കാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രൈ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി മിക്സാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് 2-3 മിനിറ്റ്സ് മിക്സാക്കി എടുത്താൽ ഒരു ടേസ്റ്റിയായ ഉപ്പേരി റെഡിയാണ്. എപ്പോഴും നമ്മൾ സിമ്പിളായിട്ടൊക്കെ സാധാരണ രീതിയിലാണ് ഏത് ഉപ്പേരിയും ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനെ ഒരു മസാല ടൈപ്പിൽ ഉണ്ടാക്കി നോക്കും, ടേസ്റ്റിയാണ്. പിന്നെ ചപ്പാത്തി, ദോശ, റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയും. വീഡിയോ ഇടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.